മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ലാലേട്ടൻ എപ്പോഴും വരുന്ന പോലെ ഒരു മാസ് എൻട്രി ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ലുക്കിലൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് 4 പേരോട് ബാക്കിയുള്ള 4 പേരോട് എണീറ്റ് നിൽക്കാനായിട്ട്. ഈ 4 പേരെന്ന് പറയുന്നത് ജിസേലുണ്ട്, അതുപോലെ തന്നെ ആദില, നൂറ, നെവിൻ. നെവിൻ അത്ര ടെൻഷനൊന്നും നമുക്ക് കാണുന്നില്ല. കുറച്ച് ഫ്രീ ആയിട്ട് നല്ല റിലാക്സ് ചില്ല് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ആൾ ആ ലെവലിൽ തന്നെ എടുക്കുള്ളൂ, സ്പിരിറ്റിൽ എടുക്കുള്ളൂ. പിന്നെ ടെൻഷനുള്ളത് ആദിലയ്ക്കും നൂറയ്ക്കും ആയിരിക്കാം. അതിനുശേഷം അവരോട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ഈ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതിനുശേഷം അവർ 4 പേര് കണ്ണ് കെട്ടുന്നുണ്ട്. അപ്പം നൂറ പറയുന്നത് അയ്യോ ബിഗ് ബോസ് പേടിയാവുന്നുണ്ട്, ഇങ്ങനെ ലൈറ്റൊക്കെ വരുമ്പോൾ ഇരുട്ടത്ത് നിർത്തുമ്പോൾ പേടിയാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവരോട് പറഞ്ഞു ഈ ലൈറ്റ്സുകൾ മിന്നി മായുമ്പോൾ ആരുടെ മേലാണ് ഗ്രീൻ ലൈറ്റ് കത്തുന്നത് വെച്ചാൽ പച്ച ലൈറ്റ് കത്തുന്നെങ്കിൽ അവർ സേവ്ഡ് ആണ് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ ടെൻഷൻ ആവുന്നത് ആര്യനും അനുമോളാണ്. അവരെയാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അവർ ഭയങ്കര ടെൻഷൻ അടിക്കുന്നത് കാണുന്നുണ്ട്. ജിസയിൽ പുറത്താകുമെന്നാണ് കേൾക്കുന്നത്. ചിലപ്പോൾ അത് സീക്രട്ട് റൂമിലാണെന്ന് പറയുന്നുണ്ട്. സീക്രട്ട് റൂമിൽ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എൻട്രി വെക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് ജിസയിൽ. ബാക്കിയുള്ള അവിടുത്തെ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് ജിസയിൽ. ഇനിയും അവിടെ നിൽക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് ജിസയിൽ. ഒരുപാട് ആൾക്കാർ കണ്ടന്റ് കൊടുക്കാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും സീക്രട്ട് റൂമിലാണോ അതോ പുറത്തായതാണോ എന്ന് കൺഫേം അല്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും എപ്പിസോഡിൽ വരാൻ പോകുന്നതെന്ന്. എന്തായാലും ജിസേൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കണ്ടന്റ് ആണ് പോകുന്നത്, നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.